ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് നമ്മളുടെ കോണിച്ചോടെയുള്ള ഗാർഡൻ മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. മേക്ക് ഓവർ എന്ന് വെച്ചാൽ നമ്മൾ വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്ലാന്റുകളൊക്കെ വെക്കാനുണ്ട്, പിന്നെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്, പിന്നെ മുളകൊക്കെ പഴുത്ത് നിൽക്കണുണ്ട്. അപ്പോൾ അതൊക്കെ പറിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഇതേ നമുക്ക് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ചൊറുക്കയിൽ ഇട്ട് വയ്ക്കാം. പിന്നെ ലൂബിക്ക കുറച്ച് പഴുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ലൂബിക്കയും ഇതും കൂടിയും ചൊറുക്കയിൽ ഇട്ട് വയ്ക്കാം കേട്ടോ. നല്ലോണം പഴുത്തത് കുറച്ചാൽ കളയാണ്ട് നട്ട ചെടിയാണ് ഇതൊക്കെ. ഇതിനകത്ത് നമ്മ കല്ലാണ് ഇട്ടിരുന്നത്, വെട്ടുകല്ലിന്റെ കഷ്ണങ്ങളാണ് ഇട്ടിരുന്നത്. അതിനകത്ത് ഇപ്പോഴാണ് പുല്ലൊക്കെ മുളച്ചു തുടങ്ങിയിരുന്നത്. അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ചരലും കാര്യങ്ങളൊക്കെ ഇടുമ്പോ അങ്ങനെ പുല്ല് പെട്ടെന്ന് മുളച്ചു വരില്ല കേട്ടാ. ഹെൽപ്പ് ചെയ്യാൻ കൂടുതൽ ആൾക്കാർ കിട്ടില്ല. മറിയാമ്മ എന്നുണ്ട്. മറിയാമ്മ അതായത് എൻ്റെ അനിയത്തിയുടെ മോളാണ്ട്ടോ മറിയാമ്മ. നദാനിയ എന്നാണ് പേര്. ഞങ്ങൾ മറിയാന്ന് വിളിക്കും. നമ്മ പനങ്കുരു വറുത്തിട്ടിറക്കുന്നതാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. കുറച്ച് ഇതായിട്ടുണ്ടെന്നുള്ളൂ, പക്ഷെ നല്ല ഭംഗിയിലാണ് ഇപ്പോഴും കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തണ്ട് വേര് പിടിപ്പിക്കാൻ വെച്ചേക്കണത് കേട്ടോ. ഇതൊക്കെ ഇനി നമുക്ക് മുകളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഈ ഒരു കട്ടയിൽ നമ്മ ചീരയാണ് നട്ടിരുന്നത്. അപ്പൊ ചീരയുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വിളവെടുപ്പൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് വെച്ചേക്കാണ്. അപ്പൊ ഇവിടെ നല്ല വെയിലുള്ള കാരണം കൊണ്ട് ഇതിന് നല്ല കളറും കിട്ടും. അപ്പൊ ഇത് ക്രോട്ടൺ പ്ലാന്റിന്റെ വേറൊരു തരമാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് വലുതാവണതിന്റെ അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഓരോന്നെടുത്താ മതിച്ചേ. മറിയല്ല ഈ ചെടു ഉണ്ടാക്കണ മറിയാതെ മാറിപ്പോ. അപ്പൊ അപ്പനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ കോണിച്ചോടുള്ള കാട് നമ്മ ഒന്ന് വൃത്തിയാക്കി വേറെ ചെടികൾ വെച്ചതാണ്. അപ്പൊ ചെറിയൊരു വീഡിയോ ഉള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നമുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട് കാണാം കേട്ടോ. ഇവിടെ ഇറങ്ങി നിൽക്കും. ചെമ്പ് കൊണ്ടുണ്ടേട്ടാ. എന്തിനു പുളികളോ കൊണ്ട് തന്നെ കാട്ടുകായില്ല.